ഏത് വേണം? ഇതിലേത് വേണം? ഇത്. സോ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിന്ന് ഒറ്റപ്പാലത്ത് ഇന്ന് ഒറ്റപ്പാലത്ത് ഒരു എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്, പക്ഷേ ഇറ്റ്സ് എ സർപ്രൈസ്. അമ്മയും റെഡിയായി, ഞങ്ങൾ 3 പേരും കൂടാണ് പോകുന്നത്. ആദ്യം കുറച്ച് പർച്ചേസ് നടത്തി ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മളപ്പോൾ ഒറ്റപ്പാലം നിള ഹോട്ടലിലാണ്. ഇത് നമ്മൾ കുട്ടിക്കാലം മുതലേ നെക്സ്റ്റുള്ളൊരു ഹോട്ടലാണ്. അന്നും ഇന്നും ഒരേ ക്വാളിറ്റിയിൽ ഭക്ഷണം കൊടുക്കുന്ന. അപ്പോൾ ദീപ ഫുഡ് എങ്ങനെയാണ്? നമ്മളിതേ നമ്മുടെ പ്ലേസിലെത്തി. നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ ഒറ്റപ്പാലത്ത് ഫേമസ് എന്ന് പറയാവുന്ന വരിക്കാശ്ശേരി മലയാണ്. അവിടെയാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത്. ദീപ്തി എത്രാമത്തെ തവണയാണ് വരിക്കാശ്ശേരി മല വരുന്നത്? ഉറക്കെ പറഞ്ഞു. ഞാനൊരു 4-5 തവണയായിട്ടുണ്ടായിരുന്നു. 4-5 തവണ? യെസ്. ഞാൻ കോളേജിൽ അടുത്ത് ക്ലാസ് ഞങ്ങൾ 2 തവണ കോളേജിൽ നിന്ന്, പിന്നെ നമ്മളൊരു 2 തവണ 3 തവണ വന്നിട്ടില്ല. ഇതൊരു 6-ാമത്തെ 7-ാമത്തെ തവണ. അമ്മയ്ക്ക് വരിക്കാശ്ശേരി മല ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു എഴുതി തരുമോ? ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ് ഈവൻ. ഞങ്ങൾ ഫ്രൈഡേ ആയിട്ടൂടെ ലൈക്ക് നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരൊന്നും ക്യാമറപ്പെടുത്തുന്നു. അതൊരു പ്രൈവസി. നല്ലൊരു ഫ്രെയിമായിട്ടുണ്ട്. സോ നല്ല സ്വയം പ്രകാശവും എല്ലാം ആയിട്ട് ദിസ് ഫ്രെയിം വാസ് സോ ബ്യൂട്ടിഫുൾ. ദീപ എങ്ങനെയുണ്ട്? നല്ലതാണ്. എനിക്കിനി വേറെ കുറച്ച് ഇതുപോലത്തെ വേറെ ഭാഗമില്ലേ നമ്മൾ കുളത്തിൻ്റെ സൈഡ്. ഇവിടെ ആൾക്കാരെ കയറ്റുമല്ലോ, ആൾക്കാരെ ഇറക്കും. നല്ല ടോമ. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് പോവുകയാണെ. ഈ റൂംസ് ഒക്കെ ലോക്ക്ഡാണ്. ഇവിടെ സിനിമ ഉണ്ടല്ലോ, എല്ലാ ബന്ധുക്കളും വരുമ്പോൾ താമസിക്കും. മറ്റേ ഏത് പണി? അത് തൃപ്പൂണിത്തുറയല്ലേ? ഇവിടെ ഉണ്ടോ? പറ. അതായത് ഏറ്റവും കുറഞ്ഞ ഏരിയയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റേഴ്സ്. ഓ, അത് ശരിയാണ്. ഇത് ഫേമസ് സ്റ്റെയർ വേറെ എവിടെയാണെന്നറിയോ? മറ്റേ നമ്മുടെ ഈ ലൈറ്റ് ഹൗസസിലൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ട്, പക്ഷെ അതല്ലാതെ അതാണ് മെയിൻ. അതല്ലാതെ പറ്റുന്നു ഒരു ഫേമസ് സ്ഥലം. ഈഫൽ ടവർ. അങ്ങനല്ല, കേരളത്തിൽ അത് പത്മനാഭപുരം കൊട്ടാരാണ്. അങ്ങനല്ല, മഹാരാജാസ് കോളേജ് അവിടെ സ്പൈറൽ ടവർ ഭയങ്കര. അതെങ്ങനെ എനിക്കറിയാം. നെക്സ്റ്റ് നമ്മൾ ഒരു കോഫി ഓർ സംതിങ് എന്തെങ്കിലും കുടിക്കാൻ നോക്കുകയാണ്. അപ്പം അമ്മ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. വീട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ പുതിയതാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് അമ്മയ്ക്കൊരു കാപ്പി, ഞങ്ങളൊരു ഫാൻഡ വാങ്ങിക്കുകയാണ്. പക്ഷേ നല്ലൊരു നൈസ് പ്രൈസാണ്. പുതിയതായി ഇവിടെ തുടങ്ങിയതാണ് കാപ്പി സെറ്റപ്പിൽ. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ വരിക്കാശ്ശേരി മന വിസിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാണ്. പക്ഷേ ഇവിടെ ഓട്ടോറിക്ഷ നോക്കിയപ്പോൾ ഓട്ടോ ഒന്നുമില്ല. ഞങ്ങൾക്കിനി ബസ് കിട്ടുന്നവരെ അപ്പോൾ തൽക്കാലം വേറെ വഴിയില്ലാത്തതുകൊണ്ട് നല്ല നടക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി സ്ഥലത്തേക്ക് നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആക്ച്വലി നടക്കാൻ കുറച്ചുണ്ട്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഓട്ടോ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നടക്കുന്നത്. സോ ഞങ്ങൾ ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തി. എങ്ങനെയുണ്ടായിരുന്നു ദീപ്തി വരിക്കാശ്ശേരി മന? നന്നായിരുന്നു. നമ്മൾ ആദ്യം വേറെ കുറച്ച് ഇതൊക്കെ പർച്ചേസിംഗ് ആയിരുന്നു, പക്ഷേ നന്നായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞു. അല്ല 5 മണി. പക്ഷെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് പിന്നെ ചൂടുമില്ല. ഈവനിങ് ആ സമയത്തുള്ള നല്ല സൺലൈറ്റ്, നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇനി അടുത്ത് എന്തെങ്കിലും കണ്ടതായിട്ട് എപ്പോഴെങ്കിലും 2 മാസം 3 മാസം കഴിഞ്ഞായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകുന്നത്. അതെ, ബിക്കോസ് ഷീസ് ഗോയിങ് ടു ഹൈദരാബാദ്, ഷീസ് ഗോയിങ് ടു എറണാകുളം. സോ നമുക്ക് മേ ബി ഇൻഡിവിജ്വൽ വീഡിയോസ് ഇട്ടെടുത്തിട്ട് മെർജ് ചെയ്യാം. അതായത് ഒരേ സമയത്ത് നീ ഒരു മാളിൽ പോകുന്നു, ഞാനൊരു മാളിൽ പോകുന്നു, എന്നിട്ട് മാൾ വിസിറ്റ് മാൾ കമ്പാരിസൺ. ഇത് അവിടുത്തെ ട്രെൻഡ്സ്, ഇത് ഇവിടുത്തെ ട്രെൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ബൈ.